ഞാൻ 11 കൊല്ലം ദുബൈയിൽ നിന്ന് 8 കൊല്ലം മസ്കറ്റിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതല്ല എന്റെ ഭാര്യയുടെ വെല്ല. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി. വീടൊക്കെ വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാതെ ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ മൂത്ത് വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ പ്രതികരിച്ചു. നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി നമ്മൾ ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പാരൻസിനെ നമ്മൾ ചവിട്ടി പുറത്തിടും, നമ്മളെ ജീവിതത്തിൽ തന്നെ അവരെ അകത്തി നിർത്തും. അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നില്ല, നിങ്ങൾ ജീവിതത്തിൽ ഒരിടത്തും എത്തൂല മക്കളെ. നിങ്ങൾ കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ച് കിട്ടിയിരിക്കും. ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു അനിയൻ ഏട്ടനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായി. ആ കേസ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം പാരൻസിനെ നോക്കാനുള്ള അവസരം ഏട്ടൻ അനിയനക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അനിയൻ കേസ് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഒടുവിൽ ജഡ്ജ്മെൻറ്റ് വന്ന് എന്താണെന്നറിയോ, ഏട്ടൻ ഇത്ര നാൾ പാരൻസിനെ നോക്കി, ഇനി അനിയൻ നോക്കിക്കോട്ട്, അനിയൻ്റെ അപ്പുറം പാരൻസിനെ അയച്ചു കൊടുക്കുക ചെയ്തേ കോടതി. അങ്ങനെ അവസാനം ജഡ്ജി ആ ഏട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ആ ഏട്ടൻ പറഞ്ഞ ഉത്തരം കേട്ടിട്ട് ജഡ്ജി വരെ നെട്ടിപ്പോയി. എന്താണെന്നറിയോ ഏട്ടൻ പറഞ്ഞത്, എൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലാണ് നിങ്ങൾ എന്നിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് എൻ്റെ അനിയനിക്ക് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മാത്രം പാരൻസിനെ നോക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്.